ഇന്നത്തെ വിഷയം ഫാബ്രിക് പെയിന്റിംഗ് തന്നെയാണ്. അപ്പോൾ ഡിസൈൻ ഞാൻ എന്താ വലുതായിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പത്തിൽ തന്നെ ഞാൻ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട് പേപ്പറിലേക്ക്. അത് ഇതുപോലെ നമുക്ക് ഒരു കാർബൺ പേപ്പർ യൂസ് ചെയ്ത് നമ്മുടെ ഫാബ്രിക്കിലേക്ക് ഇതുപോലെ വരച്ചെടുക്കാം. എന്തായാലും കൃത്യമായിട്ട് എൻ്റെ ഫ്രെയിമിൽ അത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്കൊരു സന്തോഷമായി. അപ്പോൾ ഞാനൊരു റെഡ് കളർ വെച്ചിട്ട് ഇതൊരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ഒരു ചെമ്പരത്തി പൂവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വൈറ്റ് ബേസ് കോട്ട് ഞാൻ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പണിയും കിട്ടി. സൈഡിലൊക്കെ ഇത്തിരി വൈറ്റ് പെയിൻറ് എനിക്ക് ആയിട്ടുണ്ടായിരുന്നു. കഴുകിയപ്പോൾ എന്തായാലും പോയി കിട്ടി. ഇനി ഇതിനകത്തേക്ക് കളർ കൊടുക്കുകയാണ്. ഒരു ഒറ്റ കളറല്ല ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് മിക്സ് ചെയ്യാൻ നോക്കുകയാണ്. ഒരു ഓറഞ്ച് കളറും റെഡും കൂടെ മിക്സ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഫസ്റ്റ് പെറ്റൽ റെഡി ആയിട്ടുണ്ട്. സോ പെറ്റൽസ് എല്ലാം ഓക്കെ ആയി. ഇതൊന്ന് നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വെച്ചു. പിന്നെ അകത്തൊരു ഡാർക്കർ ഷെയ്ഡ് കൊടുക്കണം. ആ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഞാൻ പിന്നെ ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാട്ടോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. സോ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സ് ഉടനെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. എന്തായിരിക്കും ഇതിൻ്റെ ഡ്രസ്സ് എന്നുള്ളതും ഈ പിക്ക്, അതായത് വരച്ചത് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.